ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് വീണ്ടും നീട്ടുകയും ചെയ്തു. 2 ആഴ്ചത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി ഇവരുടെ റിമാൻഡ് നീട്ടിയിട്ടുള്ളത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺരാജ് ചേരുന്നു. അരുൺരാജ്, എ പത്മകുമാറിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ അത് കോടതി തള്ളിയിരിക്കുകയാണ്. അതോടൊപ്പം മറ്റു 2 പ്രതികളുടെ റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലാണ് ശബരിമല ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണം കടത്തിയ കേസിലാണ് ഈ ജാമ്യാപേക്ഷ തള്ളിയത്. ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ കോടതി കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയായിരുന്നു. തനിക്ക് ഇക്കാര്യത്തിൽ ഒരു സാങ്കേതിക പിഴവ് മാത്രമാണ് സംഭവിച്ചത്. അതിനപ്പുറം ഈ കൊള്ള എന്നുള്ള വാക്കിൽ തനിക്ക് ബന്ധമില്ല, താൻ അവിടെ കൊള്ള നടത്തിയിട്ടില്ല, ചില സാങ്കേതികമായ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, അത് മുൻ ഫയലുകളിലടക്കം നോക്കി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനപ്പുറം താൻ ഇക്കാര്യത്തിൽ ബോധപൂർവമായ ഇടപെടൽ ഒരു ഘട്ടത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു പത്മകുമാറിന്റെ വാദം. പക്ഷേ പത്മകുമാറിന്റെ വാദങ്ങളെ ഖണ്ഡിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ SITക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പത്മകുമാറിന് ഈ കേസുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റു പ്രതികളുമായുള്ള ബന്ധം, ഇവരുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ SIT കൊണ്ടുവന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് കോടതി സ്വീകരിച്ചത്. ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ ഈ ജാമ്യം തള്ളിയതുമായി ബന്ധപ്പെട്ട കോടതിയുടെ നിരീക്ഷണങ്ങൾ അല്പസമയത്തിനകം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. കോടതി നടപടികൾ പൂർത്തിയായ അല്പസമയം മാത്രമേ ആയിട്ടുള്ളൂ. ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നടന്നിരിക്കുന്നത്, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും ഈ റിമാൻഡ് എക്സ്റ്റൻഷൻ കൂടി നടന്നിരിക്കുന്നു. 14 ദിവസത്തെ കൂടിയാണ് ഇരുവരെയും വീണ്ടും റിമാൻഡിലേക്ക് ഇപ്പോൾ കോടതി വിട്ടിരിക്കുന്നത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ 2 കേസുകളിലും തനിക്ക് ജാമ്യം വേണമെന്ന് ആവർത്തിച്ചുകൊണ്ട് വീണ്ടും കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ സമീപിച്ചിട്ടുണ്ട്. ഈ മാസം 14 കോടതി ഈ കേസിൽ വീണ്ടും വാദം കേൾക്കും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ പറയുന്നത്, തുടക്കം മുതൽ ഈ കേസിൽ അറസ്റ്റിലായ വ്യക്തിയാണ് ഞാൻ, തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, ഇനിയും ഈ തരത്തിൽ തനിക്ക് ജാമ്യം നൽകാതെ മുന്നോട്ട് പോകുന്നത് നീതിക്ക് നിഷേധമാണ്, തന്റെ നീതി നിഷേധമാണ്. അതുകൊണ്ട് തനിക്ക് ഇക്കാര്യത്തിൽ നീതി വേണം, തനിക്ക് ജാമ്യം നൽകണം, അന്വേഷണവുമായി സഹകരിക്കാം, തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ SITയോട് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. എന്തായാലും 14 ഈ കേസിൽ വിശദമായ വാദം കേൾക്കും. മറ്റൊന്ന്, ഈ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടാണ്. അക്കാര്യത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. പത്മകുമാറിനെതിരെ എന്തൊക്കെ തെളിവുകൾ SITക്ക് കൂടുതലായി ഹാജരാക്കാൻ കഴിഞ്ഞു എന്ന് കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്യും. ദിലീപ് കുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ജയിലിൽ തുടരും. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ മുരാരി ബാബുവിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും റിമാൻഡ് കാലാവധി 2 ആഴ്ച നീട്ടുകയാണ് കൊല്ലം വിജിലൻസ് കോടതി ചെയ്തത്. വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന് അരുൺരാജ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.